താങ്കളുടെ എതിർ സ്ഥാനാർത്ഥി 25% വേങ്ങരയ്ക്കും അല്ലെങ്കിൽ മണ്ഡലത്തിനും ബാക്കി കേരളത്തിനും ഇന്ത്യക്കും വേണ്ടി വർക്ക് ചെയ്യുമെന്ന വിശാലമായ കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെക്കുന്നത്. സഭാ കൊണ്ടുപോയിക്കൽ എന്ന താങ്കൾ എങ്ങനെയാണ് വർക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? എന്നെ സംബന്ധിച്ച് എന്റെ ഒരു വലിയൊരു സ്വപ്നമാണ് എന്റെ നാട്. എനിക്കിന്റെ വേങ്ങര എന്ന് ഞാൻ ഇങ്ങനെ പറയുന്നതിന്റെ കാരണം കുറെ കാലമായി ഞാൻ ആഗ്രഹിച്ച കുറെ വികസന പ്രവർത്തനങ്ങൾ ഈ നാടിന് ആവശ്യമുണ്ട്. സ്പോർട്സ് രംഗത്തും നമ്മൾ ഗതാഗത രംഗത്തും ആശുപത്രി, അതായത് നമ്മളെ ഹെൽത്ത് ആ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ എനിക്ക് വലിയൊരു സ്വപ്നമുള്ളൊരു ആളാണ് ഞാൻ. അപ്പൊ എന്റെ നാടിനെ എങ്ങനെ ഞാൻ ആ തലത്തിലേക്ക് എത്തിക്കാം എന്ന് ആഗ്രഹിച്ച് നടക്കുമ്പോഴാണ് അതിന് നമുക്ക് ആവശ്യം നിയമനിർമ്മാണ സഭയിൽ നിന്നും ആവശ്യമായ നമുക്ക് സഹായം കിട്ടണം. അത് ഗവൺമെന്റ് തലത്തിൽ നിന്ന് കിട്ടുന്ന സഹായം മുഴുവനും എന്റെ നാട്ടിലേക്ക് കൊണ്ടുവരണം, എന്റെ ജനതക്ക് കൊണ്ടുവരണം. അത് തന്നെ. കാരണം അതിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താ പറഞ്ഞാൽ നിങ്ങളെ പോലത്തെ യൂത്ത്, നിങ്ങളെ വിദ്യാഭ്യാസം, നിങ്ങളെ ജോലി. കാരണം നിങ്ങളൊരു നല്ല നിലയിൽ എത്തുമ്പോഴേ നാട് ഇനിയും കുതിച്ചു കയറും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, ഞാൻ 25% അല്ല, ഇൻസ്റ്റാൾമെന്റ് MLA അല്ല, ഞാനൊരു മുഴു സമയം MLA. 100% അല്ല, 101%. 100% പിന്നെയും ഒന്ന് എക്സ്ട്രാ കിട്ടും എന്നുണ്ടെങ്കിൽ അതുകൂടി എന്റെ നാടിന്. സോഷ്യൽ മീഡിയയിലുള്ള കമന്റ് അത് ഞാൻ ശ്രദ്ധിക്കുന്നു. കാരണം സ്ഥിരമുള്ള കുറച്ച് ആൾക്കാർ ഇപ്പൊ തെറി വിളിച്ചുകൊണ്ടിരിക്കും, നേരിട്ട് തെറി വിളിച്ചു ഇന്നലേക്ക്. എന്നിട്ട് പോലും നമ്മ അതിനൊന്നും മറുപടി കൊടുത്ത് നമ്മളെ സമയവും നമ്മളെ മെന്റൽ ഹെൽത്ത് ഉണ്ടല്ലോ ഇതിന്, അതുപോലും നശിപ്പിക്കാൻ ഞാൻ തയ്യാറില്ല. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ വേങ്ങര എന്ന് പറഞ്ഞ ഈ നാടിനെ സംസ്ഥാനത്ത് 1ാം സ്ഥാനത്തേക്ക് എത്തിക്കും എന്നുള്ളൊരു ഉറപ്പാണ് എനിക്ക് എന്റെ വോട്ടർമാരോട് എനിക്ക് പറയാം.